റേച്ചൽ തിയേറ്ററുകളിലേക്ക് റിലീസിനായിട്ട് എത്തേണ്ടിരുന്നത്. പക്ഷേ ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടില്ല. ഇവരെ പോലുള്ളവരെ പോക്സോ കേസ് എടുത്ത് ജയിലിലടയ്ക്കണം. നൻപികളെ, ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ജനുവരി 10-ാം തീയതി രാത്രി 10:53 ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ജനുവരി 10-നായിരുന്നു നമ്മുടെ ഹണി റോസിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള റേച്ചൽ തിയേറ്ററുകളിലേക്ക് റിലീസിനായിട്ട് എത്തേണ്ടിരുന്നത്. പക്ഷേ ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ബോബി ചെമ്മണ്ണൂരും ഹണി റോസും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂവിൽ കേരളത്തിലുള്ള മെജോറിറ്റി ആൾക്കാരും ഹണി റോസിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇത്രയും ആൾക്കാരും ഹണി റോസിന് നെഗറ്റീവായിട്ട് ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഹണി റോസ് തൻ്റെ കരിയറിൽ ചെയ്തേക്കുന്ന ഏറ്റവും കിടിലൻ ക്യാരക്ടറുള്ള ഈ ഒരു സിനിമ ഇന്ന് തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് 8 നിലയിൽ പൊട്ടുമെന്ന് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്താണ്ടിരുന്നത്. ഓക്കെ, തൻ്റെ ലൈഫിൽ നേരിടേണ്ടി വന്ന ഈ ഒരു സിറ്റുവേഷനെതിരെ പ്രതികരിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് ഹണി റോസിന് ഓർത്തോണം, ഇത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഈ ഒരു ആക്ട്രസിനാണ് ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇത് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. എന്തിന്? സിനിമയുടെ പിന്നാമ്പുറത്ത് സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ നമ്മൾ അറിഞ്ഞാണല്ലോ. അപ്പം ഈ സ്ത്രീകളൊന്നും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതിന് എക്സാമ്പിളാണിത്. കാരണം ഇത്ര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ഇത്തരം ഒരു കാര്യത്തിന് പ്രതികരിച്ചതിൻ്റെ പേരിൽ ഇന്ന് തൻ്റെ സിനിമ റിലീസിന് എത്തിയിട്ടില്ല. ഇത് തന്നെയാണ് സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കുന്ന ഒരുപാട് നടികളുടെ ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ തമ്മിലുള്ള ഈ ഒരു യഥാർത്ഥ ഇഷ്യൂ എന്താണ്? ഈ ഇഷ്യൂവിനെ ഇപ്പോൾ കേരളത്തിലെല്ലാവരും വിചാരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഹണി റോസിൻ്റെ ഡ്രസ്സിങ് രീതിയെ ഇഷ്ടമല്ലാത്ത മെജോറിറ്റി ആൾക്കാരുണ്ട്. ഓക്കെ, ഈ ആളുകൾ എല്ലാവരും കൂടെ നേരെ അറ്റാക്ക് ചെയ്തേക്കുന്നത് ഹണി റോസിൻ്റെ ഡ്രസ്സിങ് രീതി ചെയ്തില്ല, അവൾക്ക് മര്യാദയ്ക്ക് തുണി കൊടുത്ത് നടന്നുകൂടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഡ്രസ്സിങ് അതിനെ വലിയൊരു ഘടകമായിട്ട് നിങ്ങളൊരു സൈഡിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിഷയം എന്താണ്? എനിക്ക് ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഒരാൾ ഇട്ടേക്കുന്ന ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഉദ്ഘാടനം കഴിഞ്ഞു 4 മാസം കഴിഞ്ഞിട്ടാണോ പീഡനത്തിന് കേസ് കൊടുക്കുന്നത്? ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. 4 മാസം മുന്നേ നടന്ന ഉദ്ഘാടനം, അതായത് കുന്തി ദേവിയോട് ഉപമിച്ച് ഹണി റോസിനെ പറഞ്ഞേക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇതിന് ശേഷം ഇവരുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ ഷോറൂമിനകത്ത് നിന്നിട്ടുള്ള ഒരു വിഷ്വൽസ് ഉണ്ട്, അതിങ്ങോട്ട് ഞാൻ പ്ലേ ചെയ്യാവേ. കോടീശ്വരൻ ആരാണ്, ലക്ഷാധിപതി എന്നുള്ളത് നോക്കാൻ മറക്കരുത്. ഹണി റോസിന്റെ കഴുത്തിലിടുന്നോണ്ട് വരുമെന്നുണ്ടോ? വില കൂടുമ്പോ ആളിട്ട് കഴിഞ്ഞാൽ ഡബിൾ ആവുന്ന റേറ്റ്. ഓക്കെ, ബോബി ചെമ്മണ്ണൂർ ഇവിടെ ചോദിക്കുന്നുണ്ട്, ഹണി റോസിൻ്റെ കഴുത്തിലോട്ട് ഇതിടുന്നതുകൊണ്ട് വിരോധമുണ്ടോ എന്ന് ചോദിച്ചതിന് അനുവാദം വാങ്ങിച്ചതിന് ശേഷമാണ് ഇതിട്ട് കൊടുക്കുന്നത്. സോ ഒരു സ്ത്രീയുടെ ശരീരത്തെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് കാണാൻ ബോബി ചെമ്മണ്ണൂറിന് അവിടെ കഴിഞ്ഞു. ഓക്കെ, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെയാണ് ഹണി റോസിൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇതേ റെസ്പെക്റ്റ് പിന്നീട് കാണിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ബാക്കിയും കൂടെ കാണാം. നാഷണൽ ജുവലേഴ്സിന്റെ ഏറ്റവും വലിയ ബ്രാൻഡ് ന്യൂ ഷോപ്പ് ആലക്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. ചെമ്മണ്ണൂർ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10-20 വർഷമായിട്ടുള്ളൊരു ബന്ധമാണ്. ബോച്ചയെ പറ്റി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല, നമുക്ക് ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല. കാരണം അതറിയാത്ത ഒരു മലയാളിയും എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെ നമുക്ക് വിളിക്കും. ഓക്കെ, കേട്ടല്ലോ, 20 വർഷത്തെ ബന്ധമാണെന്നുള്ള രീതിയിലൊക്കെ ഹണി റോസ് പറയുമ്പോൾ ഇതിനകത്ത് വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് ഹണി റോസും തിരിച്ച് സംസാരിക്കുന്നത്. അതിൽ വലിയ പ്രശ്നമോ കാര്യങ്ങളോ എന്നുള്ളതായിട്ട് ഹണി റോസ് ഇവിടെ പ്രകടിപ്പിച്ചിട്ടില്ല. അപ്പോൾ നേരത്തെ ചോദിച്ചേക്കുന്ന കമന്റിൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്ന കാര്യം കറക്റ്റാണ്. ലാസ്റ്റ് ഞങ്ങളുടെ വീഡിയോക്കകത്ത് ചോദിച്ചിരിക്കുന്ന കറക്റ്റാണ്. അത് 4 മാസം മുന്നേ ഉള്ള കാര്യത്തിന് ഇപ്പോൾ വന്ന് പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ കേസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ 4 മാസം മുന്നേ കൊടുത്തേക്കുന്ന സാധനത്തിനാണോടെ ഇപ്പം ഹണി റോസ് പ്രതികരിച്ചേക്കുന്നത്? ഞാൻ അന്ന് ഹണി റോസ് ഇട്ടേക്കുന്ന ആ ഒരു പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഈ പോസ്റ്റിനകത്ത് വളരെ മാന്യതയായിട്ട്, അല്ലെങ്കിൽ ഹണി റോസിൻ്റെ ഭാഗത്തു നിന്ന് കാണിച്ചിരിക്കുന്ന ഒരു മാന്യത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പോസ്റ്റ് ഇടുമ്പം ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ളൊരു പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഓഫ്കോഴ്സ് എനിക്കറിയാം, ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനൊരു പോസ്റ്റ് ഇടുമ്പോൾ എല്ലാ ആൾക്കാരും ഓഡിറ്റ് ചെയ്ത് മനസ്സിലാക്കി എടുക്കും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. എന്നിരുന്നാൽ കൂടി ആ ഒരു പേര് അവിടെ പരാമർശിക്കാതിരിക്കുന്ന ഒരു മാന്യത ഹണി റോസ് കാണിച്ചു. ഇനി എന്താണ് ഹണി റോസിൻ്റെ പ്രശ്നം എന്നുള്ളത് അന്നത്തെ ഒരു പോസ്റ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ, എന്നാലും ഒന്നുകൂടെ ഇവിടെ ഞാനൊന്ന് വായിക്കാം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്ര സ്റ്റേറ്റ്മെൻറ്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. ഓക്കെ, പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. ഇതാണ് പ്രശ്നം.
ഓക്കെ, അന്ന് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം പിന്നീട് ആൾക്കാർ ഹണിറോസിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയ ശേഷം പിന്നീട് പുള്ളിക്കാരി പോകാതിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇന്നപ്പോൾ എന്താണ്, പിന്നെ ഹണിറോസ് പോകുന്ന സ്ഥലത്തെല്ലാം അങ്ങോട്ട് കയറി ചെല്ലുകയും അല്ലെങ്കിൽ ഹണിറോസ് ഇല്ലാത്ത സ്ഥലത്തെല്ലാം ഹണിറോസിൻ്റെ പേര് വലിച്ചിട്ട് ഹണിറോസിനെ ഈ ഡബിൾ മീനിങ് പരിപാടി പറഞ്ഞ് സ്ത്രീത്വത്തെ ആക്ഷേപിക്കുന്ന പരിപാടിയാണ് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് നമ്മളെല്ലാം റിയാക്ട് ചെയ്തൊരു സംഭവമാണ് നമ്മുടെ ഏഞ്ചൽ ബേബി എടുത്തേക്കുന്ന ആ ഒരു ഇൻ്റർവ്യൂ. അതിനകത്ത് പുള്ളി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കുന്തി ദേവിയോട് ഉപമിപ്പിച്ചേക്കുന്ന ആ ഒരു സാധനം തന്നെ വീണ്ടും എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പം ആങ്കർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ അതിന് ഉത്തരം പറഞ്ഞത് എന്നുള്ളത് ഓക്കെ. അതിനുശേഷം കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു, അതിൻ്റെയൊക്കെ ആവശ്യകത എന്താണ്? ഓക്കെ, ഡബിൾ മീനിങ് പറയുന്നൊന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ ഒരു വ്യക്തിയെ പറ്റി പറയുമ്പോഴത്തേക്കിന് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ വ്യക്തിക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകും, നമ്മളത് പറയാൻ പാടില്ല, അത് തെറ്റ് തന്നെയാണ്. ഞാൻ നിരന്തരം എൻ്റെ ഇട്ട വീഡിയോസിനകത്ത് എല്ലാം പറയുന്നതാണ്. ആ ഇൻ്റർവ്യൂവിനകത്ത് പുള്ളി പറഞ്ഞേക്കുന്ന ഒരു സാധനമുണ്ട്, പിന്നീട് അപ്പുറത്ത് പോയിട്ട് മാറ്റി പറയുന്നൊരു സാധനമുണ്ട്. ഞാൻ അന്ന് ഏഞ്ചൽ ബേബിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്ന സാധനം ഇവിടെ വെക്കാം. ഹണി റോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ എന്തോ കുന്തി ദേവിയെ പോലെയാണെന്ന്. ഹണി റോസിനെ ഉപയോഗിക്കാൻ കാരണം ഈ കുന്തി ദേവിയുടെ കഥ വായിച്ചാല് നമുക്കതിൽ കാണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കുറെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട്. ഓക്കെ, പുരാണത്തിൽ കുന്തി ദേവിയുടെ ഈ കഥ വായിച്ചു. ഓക്കെ, കഥ വായിച്ചത് കൊണ്ടാണ് ഇപ്പം ഹണി റോസുമായിട്ട് ഈ താരതമ്യപ്പെടുത്തി പറഞ്ഞത്, അല്ലാതെ ഡബിൾ മീനിങ് ഉദ്ദേശിച്ചല്ല. ആൾക്കാർ കാഴ്ചക്കാർ അതിനെ അങ്ങനെ കൊണ്ടെത്തിക്കുകയാണെന്നുള്ളതാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനിയും നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് പ്ലേ ചെയ്യാം. ഈ ദേവി എന്ന് പറയുകയുണ്ടായി. അത് രണ്ട് ഉദ്ഘാടനത്തിന് വന്നിരുന്നു നമ്മുടെ. മഹാഭാരതം റിലേറ്റഡ് ആയ കഥയുമായി ബന്ധപ്പെട്ടായിരുന്നു താങ്കൾ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ എന്തെങ്കിലും ചടങ്ങോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില്, അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യമുള്ളത്. നമ്മളാരും അധികം ഈ അങ്ങ് കണ്ടിരുന്നോ ഈ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്, ഒരു ഹിന്ദി സീരിയലുണ്ട്. അവരുടെ നടിയുടെ പേരറിയുമോ താങ്കൾക്ക്? പേരിപ്പോ ഓർമ്മയില്ല, ഞാൻ പക്ഷെ അവരെ ഓർമ്മയുണ്ട്, പേരോർമ്മയില്ല. പേരിപ്പോ ഓർമ്മയില്ല എനിക്ക്. സീരിയൽ ഇവിടെ വന്ന് പുള്ളി പറയുന്നത് പുള്ളി ഒരു സീരിയലിനകത്ത് കണ്ട ഒരു നടിയായിട്ട് താരതമ്യപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. അവിടെ വന്ന് പറഞ്ഞത് എന്താണ്, ഇപ്പം മഹാഭാരതത്തിൽ അങ്ങനെ ഞാൻ ആ പുരാണം വായിച്ചിട്ടുണ്ടെന്ന്. പിന്നീട് ഇത്രയും പ്രശ്നമായപ്പോഴത്തേക്കിന് പറയുന്നു അത് ഞാൻ അവിടെ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു സീരിയലിനകത്ത് കണ്ട ഒരു നടീനെ കുറിച്ചിട്ടാണെന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ ആദ്യം പുള്ളിയുടെ ഈ ഒരു ഇൻ്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ഓരോ സ്ഥലത്ത് പറയുമ്പോഴത്തേക്കിന് ഹണി റോസ് ഇങ്ങനെ പ്രതികരിച്ച് വന്നിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് മാത്രം ഇട്ടു. അതിനകത്ത് പറയുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഒരു നിയമ സാധ്യത കൂടെ ഉണ്ട് എന്ന് ഹണി റോസ് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നിയമത്തിൻ്റെ ആനുകൂല്യം ഇങ്ങനെ പറയുന്നതിൻ്റെ എതിരെയായിട്ട് നമുക്ക് കിട്ടുമെന്നുള്ളത് ഹണി റോസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോഴൊന്നും കേസ് കൊടുത്തിട്ടില്ല. കേസ് കൊടുക്കാൻ കാരണമായിട്ടുള്ള എന്താണ്, ഹണി റോസിൻ്റെ ഡ്രസ്സിങ്ങിനെ പറ്റി പറഞ്ഞാൽ ഇതൊന്നും അല്ല. ഇതിന് ശേഷം ഒരു മീഡിയക്കാർ മറ്റേ നമ്മളെപ്പോലൊക്കെ വീഡിയോസ് ചെയ്യുന്ന മറ്റൊരു മീഡിയ നമ്മുടെ ബോച്ചയുടെ അടുത്ത് ചോദിച്ചപ്പോൾ ബോച്ചയെ പറഞ്ഞേക്കുന്ന മറുപടിയാണ്. നടിയെ ഹണി റോസ് എന്ന നടിയെ കുന്തി ദേവിയായിട്ട് അഭിസംബോധന ചെയ്തെന്നുള്ള രീതിയിൽ കുറെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നത് പൊതുവേദിയിൽ വെച്ചിരുന്നത് ശരിയാണോ? അങ്ങനെ രീതിയിലാണ്. അല്ല, അതിപ്പോ എന്താ ഓരോരുത്തര്, ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടിക്കുകയാണ്. കേട്ടില്ലേ, എല്ലാവരും ഇൻഡയറക്ട്ലി വളച്ചൊടിക്കുകയാണെന്നുള്ളത്. ഈ പറഞ്ഞ ബോച്ചയ്ക്ക് പറയാം, ബോച്ചയെ പറഞ്ഞ ഡബിൾ മീനിങ് ആണെന്ന് കേട്ടിരുന്നത് നമുക്ക് പറയാം. ആൾക്കാർ ഇൻഡയറക്റ്റായിട്ട് വളച്ചൊടിക്കുകയെന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന സാധനം മെയിനായിട്ട് ഇത് ആർക്കായാലും പുള്ളിയിലൂടെ ഞാൻ നടീന്നല്ല പറഞ്ഞുള്ളൂ, വെടിയെന്ന് പറഞ്ഞില്ലല്ലോ. ഈ പറയുന്നത് നമ്മുടെ പണത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ പവറിൻ്റെയൊക്കെ അഹങ്കാരത്തോടു കൂടി തന്നെ പറഞ്ഞേക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ആ പവർ ഇല്ലാത്തൊരുത്തൻ ഒരിക്കലും ഈ പറഞ്ഞ മീഡിയയുടെ മുന്നിൽ അതും ഇങ്ങനൊരു നടിയെ പറ്റിയിട്ട് വന്ന് പറയൂല. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ പുള്ളി ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ ഞാൻ നടീന്നല്ല പറഞ്ഞുള്ളൂ, വെടിയെന്ന് പറഞ്ഞുള്ളൂ. ഇത് കേൾക്കുമ്പോൾ ആർക്കാളെങ്കിലും പുളിയൂലൂടെ. അതിൻ്റെ പേരിലാണ് കാര്യം. ഓൾറെഡി ഒരു കലിപ്പ് കിടപ്പുണ്ട്. പുള്ളി കുറേ സ്ഥലത്ത് പോയിട്ട് ഇയാളുടെ പേര് വലിച്ചിടുന്നതിന് നല്ല വേദനയുണ്ട്, അത് പേര് വലിച്ച് നല്ല പൊളിയുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് പോയി പിന്നീട് കേസ് കൊടുത്തേക്കുന്നത്. പിന്നെ ആൾക്കാർ ഇതെല്ലാം ഈ ഒരു കോൺടെസ്റ്റ് എന്താണെന്നോ അതിൽ നിന്ന് നേരെ ഡ്രാഗ് ചെയ്ത് എല്ലാവരും മാറിയിട്ട് ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിലോട്ട് നേരെ കൊണ്ടെത്തിച്ചേക്കാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം നടക്കുന്നത് ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തമ്മിലാണ്. പക്ഷേ ഏറി നിൽക്കുന്നത് രാഹുൽ ഈശ്വറാണ്. ഒന്ന് ആലോചിച്ചു, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത രാഹുൽ ഈശ്വറാണ് ഇപ്പോൾ ഏറി നിൽക്കുന്നത്. രണ്ടുപേരും ഹണി റോസ് ആണെങ്കിലും ബോച്ച ആണെങ്കിലും സമാധാനത്തോടെ പോകുന്നുണ്ട്. ഈ ഏറി നിൽക്കുന്ന രാഹുൽ ഈശ്വറാണ്. എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വറിന് ഇപ്പം ഉണ്ടായിരിക്കുന്ന നാണക്കേടിൻ്റെ ഒരു പകുതിയുടെ പകുതി പോലും ബോബി ചെമ്മണ്ണൂറിന് ഉണ്ടായിട്ടില്ല. അമ്മാതിരി പട്ടി താറ്റ് രാഹുൽ ഈശ്വറിന് കിട്ടുന്നുണ്ട്, അതേപോലെ കയ്യടിയും കിട്ടുന്നുണ്ട്. ഓക്കെ, അതേപോലെ കയ്യടിയും കിട്ടുന്നു. അപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ട സാധനം, എല്ലാ മീഡിയസിൻ്റെ മുന്നിൽ വന്നിട്ട് ഹണി റോസിനെ കുറ്റപ്പെടുത്തി പറഞ്ഞാൽ അല്ലെങ്കിൽ ഹണി റോസിൻ്റെ വസ്ത്രത്തിൻ്റെയാണ് പ്രശ്നം ഇത് മൊത്തം, അല്ലാതെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അല്ലെങ്കിൽ കാഴ്ചയൊന്നുമില്ല, ഹണി റോസിൻ്റെ മാത്രം പ്രശ്നമാണ് എന്ന് പറയുന്നത് ഒരു 30-35 വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രമാണ്. ഓക്കെ, അന്ധകാലത്തിലെ വസന്തങ്ങൾ. ഞാൻ ഒരിക്കലും പ്രായം കൂടിയ ആൾക്കാരെ ഒന്നും മോശമായിട്ട് പറയുന്നതല്ല. ഞാനും നാളെ ഈ പ്രായത്തിലോട്ടൊക്കെ എത്തേണ്ട ആൾ തന്നെയാണ്. ഞാൻ അവനെ പ്രായത്തെ മോശമായിട്ട് പറയുന്നില്ല, പക്ഷേ ഇവരുടെ ചിന്താഗതിയെ പറഞ്ഞതാണ്. ഓക്കെ, ഈ ചിന്തകൾ അന്നത്തെ ചിന്തകളും പിടിച്ചുകൊണ്ട് നിങ്ങൾ നേരെ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെ പിടിച്ചിട്ടേക്കുകയാണ്. ഹണി റോസിൻ്റെ ഡ്രസ്സിങ് മോശമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ.
എടി ഹണി റോസ് കേസ് കൊടുത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ വീട്ടുകാരെ പരിയിടയ്ക്ക് ഇതേപോലത്തെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങളാണെങ്കിൽ നമ്മളാണെങ്കിൽ കേസിനൊന്നും പോകുന്നില്ല. ഈ പറയുന്നവരാണെങ്കിൽ പിടിച്ച് 2 പൊട്ടിയിട്ട് കൊടുക്കും. അത്രയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. ഇത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതിൻ്റെ കാര്യം എന്താണ്? ഇത് പിന്നെയും മീഡിയാസിൻ്റെ മുന്നിൽ ഈ രീതിയിൽ വന്ന് കൊണ്ടെത്തിച്ചേക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അല്ലാതെ വസ്ത്രധാരണത്തിൻ്റെ പ്രശ്നമല്ല ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഈ പറഞ്ഞിട്ട് പിന്നീട് ഈ സാധനം പറയുമ്പോൾ പൊളിയൂലയുടെ ആർക്കാണെങ്കിലും. ഇത് കഴിഞ്ഞ് നമ്മുടെ പുരുഷന്മാരുടെ സംഘടനയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആയിട്ട് വരുന്നുവെങ്കിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഞാൻ പലയിടത്തും ഇപ്പോഴും വളരെ മോശമായിട്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇന്ത്യയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ബോംബ് വെച്ച് ഒരു സ്ത്രീയുടെ പുറകിൽ വെച്ച് ഫിറ്റ് ചെയ്ത് ഇന്ത്യയെ മൊത്തം തകർത്ത് കളയും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തീവ്രവാദിയെ പിടിച്ചുകൊണ്ട് വരുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ നിന്ന് വയനാട് പോയി അതീവ രഹസ്യമായിട്ട് പോലീസ് പോയി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. എന്തിനാണ് ഇതിൻ്റെ നടപടിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം പറയാം, ഈ കേരള പോലീസിനോടാണ് പറയുന്നത്, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയാണെങ്കിൽ, റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓൾ കേരള മെൻസ് അസോസിയേഷൻ പൂമാല ഇട്ട് സ്വീകരിച്ച് കൊണ്ടുവരും 2 ദിവസത്തിനകം, 1 or 2 ദിവസത്തിനകം. അപ്പോൾ പുള്ളി പൂമാല ഇട്ടുകൊണ്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പുള്ളി ആദ്യം പറയുന്നൊരു കാര്യം കറക്റ്റ് കാര്യമാണ്. ഇപ്പം ബോംബ് വെച്ച് നടക്കുന്ന ഒരാളെ പോലാണ് ഈ പറയുന്ന ബോച്ചനെ പിടിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് ബോച്ചനുള്ള ആ ഒരു കയ്പ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. അറിയാമല്ലോ, ഞാൻ ലാസ്റ്റ് ഇതിന് സെക്കലാസ് ഇട്ടേക്കുന്ന ഹണി റോസ് ബോച്ച ഇഷ്യൂവിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹെലനോക്സ് പാട്ട, ഞാൻ ചേച്ചിനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. ഹെലൻ ചേച്ചിയുടെ അടുത്ത് ഇയാളുടെ PA പോയിട്ടാണെങ്കിൽ പൂശാൻ മുട്ടി നിൽക്കുകയാണെന്നുള്ളൊരു സാധനം ഇവർ പറയുന്നുണ്ടല്ലോ. ഹെലനെ കണ്ടപ്പോൾ ഒന്ന് പൂശാൻ തോന്നി എന്നുള്ളത് ആ സാധനത്തിലാണ് എനിക്ക് പൊളിഞ്ഞിരിക്കുന്നത്. അതിപ്പം PA ആണ് ചോദിച്ചതെന്ന് പറഞ്ഞ ബോച്ച അല്ലല്ലോ എന്ന് പറയുന്നവർ, എടേ ബോച്ച അറിയാതെ PA അങ്ങനെ ചോദിക്കൂല്ലോ, ബോച്ച ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞില്ല എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് ഉമ്മാക്കി കളിക്കെല്ലാവരും. ഓക്കെ, ഉള്ള കാര്യം പറയാമല്ലോ. ആ സാധനത്തിൽ നിന്ന് പിന്നെ ഈ പറയുന്ന പോലെ ഈ ഒരു ഇഷ്യൂവിൽ ഹണി റോസ് വീസസ് ഈ ഒരു ബോച്ച തമ്മിലുള്ള ഈ ഒരു ഇഷ്യൂവിൽ ഇങ്ങനെ പോലീസുകാർ ഇങ്ങനെ കടന്നാക്രമിച്ച് പോയിട്ട് ഇത്രയും ചെയ്യാനും മാത്രമുള്ള തീവ്രവാദ കുറ്റം ബോച്ചയെ ചെയ്തിട്ടില്ല. ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷേ ഈ രീതിയിൽ ചെയ്യാനും മാത്രമുള്ള പ്രശ്നങ്ങൾ കാണിച്ചിട്ടില്ല. കാരണം തൊട്ടിപ്പുറത്ത് ഇതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകൾ ഇവിടെ എന്താ ഒരു കൂസലില്ലാതെ നടക്കുന്നുണ്ട്. അവരെ പറ്റിയിട്ട് അവരുടെ രോമത്തെ പോലും തുടരാൻ കൊണ്ട് ഇവിടുത്തെ പോലീസുകാരൊന്നും പോയിട്ടില്ല. ഓക്കെ, പിന്നെ ഹണി റോസിന് കിട്ടിയേക്കുന്ന ഇതേ നീതി. ഇപ്പോൾ ഹണി റോസ് ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നു, പിന്നീട് കമൻറ്റ് ബോക്സിലൂടെ വൾഗറായിട്ട് വരുന്ന ആൾക്കാരെല്ലാം കൂടെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് അവരെല്ലാം പൊക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടി എടുക്കുന്നു. ഇതൊക്കെ വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതൊരു സാധാരണക്കാരന് ഈ നടപടി കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊന്നും സ്വീകരിക്കില്ലേ ഈ പോലീസുകാർ? ഫോർ എക്സാമ്പിൾ ഹെലൻ ചേച്ചിയുടെ കാര്യം തന്നെ 4-5 വർഷത്തോളമായിട്ട് തൻ്റെ ഒരു മോർഫിംഗ് കേസുമായിട്ട് കാസർഗോഡ് സ്റ്റേഷനിൽ ഹെലൻ ചേച്ചി കയറി ഇറങ്ങി നിരങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിട്ട് ഒരു നടപടി പോലും അവരിതുവരെ സ്വീകരിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇതുവരെ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ഫേക്ക് ഐഡിയ ഉണ്ടാക്കി നെഗറ്റീവ് കണ്ടിട്ട് ഇത്ര വൾഗർ ഉണ്ടാക്കുന്നവന്മാരെ എല്ലാം പൊക്കിയിട്ടുണ്ട്. അങ്ങനെ പൊക്കണം, അങ്ങനെയുള്ളവരെ പൊക്കി നല്ല പണി കൊടുക്കണം, ഒരുത്തനും ഇനി ഇടാത്ത രീതിയിൽ നല്ല പണി കൊടുക്കണം. പക്ഷേ ഈ സാധനം എല്ലാ സാധാരണക്കാർക്കും അവൈലബിൾ ആണ്. അവരും ഒരു പരാതിയുമായിട്ട് സ്റ്റേഷനിൽ വരുമ്പോൾ അവർക്കും ഇതേ നീതി തന്നെ ലഭിക്കണം. ഓക്കെ, അല്ലാതെ ഒരു വലിയൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർക്ക് മാത്രം എന്നുള്ള രീതിയിലും പറയാൻ പറ്റില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഇയാൾ പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ലാസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തൊട്ട് മുന്നായിട്ട് വന്നിരിക്കുന്ന ഒരു വിഷ്വലാണ്. ഉമ്മാടിത്തരങ്ങൾ കൃത്യമായിട്ട് അവരുടെ മോശം വസ്ത്രധാരണം ആദ്യം അവർ മാറ്റണം. ഇവരെ പോലുള്ളവരെ പോക്സോ കേസ് എടുത്ത് ജയിലിൽ അടയ്ക്കണം. ഓക്കെ, ഹണി റോസിന്റെ വസ്ത്രധാരണം മാറ്റണമെന്ന്. ഹണി റോസിന്റെ വസ്ത്രധാരണം മാറ്റാൻ ഇയാൾ ആരാടി? ഈ വേട്ടാവളിയം പറയുന്നത് കേട്ട് കൈ അടിക്കാനും ഒരു പറ്റം ആൾക്കാരുണ്ട്. ഹണി റോസ് ഈ ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് പോക്സോ കേസിൽ അകത്താക്കണമെന്ന്. ഹണി റോസിനെ പോക്സോ കേസിൽ അകത്താക്കണം. ഇതൊക്കെ ഹണി റോസ് പോക്സോ ചെയ്യാനെ കൊണ്ട് ഏതെങ്കിലും കൊച്ചു പിള്ളേരെ പിള്ളേരെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്തോ? അതുകൊണ്ടാണ് ഇപ്പോൾ റേച്ചൽ എന്ന് പറയുന്ന സിനിമ ഇറക്കാത്തത്. ഇതേ പോക്സോ കേസൊക്കെ ഉള്ളതുകൊണ്ടാണ്. അത് നിങ്ങൾ എന്തെങ്കിലും പണി കൊടുത്തോ? മെൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹണി റോസിൻ്റെ പടം ഇറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ കൊടുത്തോ? പോക്സോ കേസിൽ അകത്താണ്. അവരുടെ വസ്ത്രധാരണം ഇയാൾ ആരും അടി ഈ മറ്റൊരു സ്ത്രീയുടെ വസ്ത്രധാരണം മാറ്റണം എന്നൊക്കെ പറയാനെ കൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ഇയാളെ പോലുള്ള വേട്ടാവളിയന്മാർക്ക് കൈയടിക്കുന്ന എല്ലാ ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഇന്നിപ്പോൾ ഹണി റോസിനെ ഇപ്പം അവരുടെ വസ്ത്രധാരണം ശരിയല്ല എന്ന് പറയുന്ന ഇതേയൊക്കെ ആൾക്കാർ നാളെ ഒരു ഉദ്ഘാടനത്തിന് ഇതിനേക്കാൾ നിങ്ങൾ പറയുന്നത് പ്രകാരമുള്ള മോശം വസ്ത്രധാരണം, ഇതിനേക്കാൾ മോശമായിട്ടുള്ള രീതിയിൽ വസ്ത്രം ധരിച്ച് വരുന്ന ഒരാൾ വരുമ്പോഴത്തേക്കിന് നിങ്ങൾ തന്നെ പറയും, ഇന്ന് ഇതിന് കൈയടിക്കുന്ന നിങ്ങൾ തന്നെ പറയും, ഇതിലും ഭേദം ഹണി റോസ് തന്നെയാണ്, ഹണി റോസ് ഇത്രയും പാവമായിരുന്നു, ഇത്രയും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ പറയും. അപ്പം ഹണി റോസിനെ ഗ്ലോറിഫൈ നിങ്ങൾ തന്നെ ചെയ്യും. ഇത്രയേ ഉള്ളൂടെ. ഇപ്പോൾ ബോളിവുഡ് സിനിമകളിൽ അല്ലെങ്കിൽ ബോളിവുഡ് നടിമാരെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഉർഫി ജാവീദ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഇൻസ്റ്റയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. URFI ജാവീദ്. ഓക്കെ, ഉർഫി ജാവീദ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കണം. അവർ ഓരോ പരിപാടിക്കും അല്ലെങ്കിൽ മീഡിയാസിന് മുന്നിലൊക്കെ വന്ന് ഇരുന്നേക്കുന്ന ഡ്രസ്സിങ് നിങ്ങളൊന്ന് നോക്കണം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹണി റോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ കുലസ്ത്രീയാണ്. ഓക്കെ, നല്ലൊരു വസ്ത്രധാരം കാഴ്ചവെക്കുന്ന ഒരാളാണ് ഹണി റോസ്. ഓക്കെ, നിങ്ങൾ ഇവിടെയുള്ള ഇട്ടാവട്ടത്ത് കിടക്കുന്ന ഇടുങ്ങിയ ചിന്താഗതിയായിട്ട് നടക്കുന്ന കുറേ ആൾക്കാർ ഹണി റോസിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ.
ഹണി റോസിനെ മാത്രം കണ്ടതുകൊണ്ട് ഹണി റോസ് ഇത് എടി ഈ പറയുന്ന ആൾക്കാർ ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങളും ഒക്കെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിന് ഇപ്പോൾ പറതിയിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ വീഡിയോസിനകത്ത് പറഞ്ഞ പോലെ മഞ്ഞപ്പിത്തം ബാധിച്ചവൻ നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞയായിരിക്കും. ഇവരെ പോലുള്ള ഞരമ്പന്മാർക്ക് ഇവന്മാരെ ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ഇവരെ പോലുള്ള ഞരമ്പന്മാർക്ക് ഹണി റോസിനെ കാണുമ്പോൾ അത് കമ്പി ഇടിച്ചിരിക്കുക. ഇവന്മാർ അതിനുശേഷം ഇവന്മാർ പുഷ്പയാണ്, താഴത്തില്ല, ഇവന്മാർക്ക് താഴുന്നില്ല. ഇതിൻ്റെ പേരിൽ ഇവനെ പോലുള്ള ഞരമ്പന്മാരാണ് ഓരോ കൊച്ചു പിള്ളേർക്ക് പോയിട്ട് ഓരോ വേണ്ടാധീനങ്ങളൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അവരൊക്കെ പുഷ്പയാണ്. ആ ഞരമ്പ് പരിപാടിയാണ് ഇപ്പം ഹണി റോസിൻ്റെ മണ്ടയ്ക്ക് ഇവന്മാർ തീർക്കുന്നത്. അപ്പം ഹണി റോസ് ഇങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ട് പോക്സോ ആക്കണമെന്ന്, പോക്സോ അത്രയ്ക്ക് വലിയ മഹാപാപം. അപ്പോൾ ഈ കുട്ടികളൊക്കെ, ഈ 18 വയസ്സ് പോലും തികയാത്ത പിള്ളേർ ഇവിടെ നമ്മുടെ നാട്ടിൽ VPN ഉപയോഗിച്ച് തുണ്ട് കാണുന്നതിനൊന്നും പ്രശ്നമില്ലേ? ആൾക്കാരെ വഴിതെറ്റിക്കാൻ അതൊക്കെ മതിയല്ലോ നിങ്ങൾ പറയുന്നത് പ്രകാരം. ഇത് നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ, എനിക്ക് തോന്നുന്നില്ല ഈ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരൊക്കെ ആണെങ്കിൽ ഇപ്പം ഇതിനെയൊക്കെ കൈയടിച്ച് വിടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അങ്ങനെ ആരും ഉണ്ടെങ്കിൽ താഴെ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഓക്കെ, ഒരു മാറ്റമില്ല. ബെഡ്റൂമിലിടേണ്ടത് ബെഡ്റൂമിലിടണം, വീട്ടിൽ ഉപയോഗിക്കേണ്ട സാധനം വീട്ടിലിടണം, നാട്ടിലിറങ്ങുമ്പോൾ മാന്യമായിട്ടുള്ള വസ്ത്രധാരണം. ഓക്കെ, അപ്പം ബെഡ്റൂമിൽ ഇടേണ്ടത് ബെഡ്റൂമിലിടണം. പുള്ളി പറഞ്ഞ കാര്യമാണ്, ബെഡ്റൂമിൽ ഇടേണ്ട സാധനം ബെഡ്റൂമിലിടണം, അത് അവിടെ ഇടണം. എന്ന് വെച്ചാൽ ബെഡ്റൂമിൽ പറത് ഇടണം എന്ന് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുമോ? ഇയാൾ നേരത്തെ പറഞ്ഞ് അവർ വസ്ത്രദാനം നിയന്ത്രിക്കണമെന്ന്. ഇടയിൽ ഒരാൾ ബെഡ്റൂമിലിടുന്ന സാധനം ബെഡ്റൂമിൽ തന്നെ ഇടണം, പുറത്ത് വന്നിടണം എന്നൊക്കെ അവരുടെ സ്വന്തം ഇഷ്ടമാണ്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ മറ്റേ ഹാഷ്മി പറഞ്ഞ പോലെ അങ്ങോട്ട് നോക്കാണ്ടിരുന്നാൽ പോരേടെ. ഇവർക്ക് ഈ ഞരമ്പന്മാർക്ക് ഇങ്ങനെയുള്ള ബെഡ്റൂമിലിടുന്ന വസ്ത്രം ഇട്ടുകൊണ്ട് വെളിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇവന്മാരുടെ ഞരമ്പ് പൊട്ടിയിട്ട് ഇവന്മാരുടെ കൺട്രോൾ പോയിട്ട് ഇവന്മാർ എന്തെങ്കിലും വേണ്ടാതിനും ചെയ്യും. ഇവന്മാർക്ക് ഇവന്മാരെ തന്നെ പേടിയുള്ളത് കൊണ്ടാണ് ഇവർ ഈ സ്ത്രീകളുടെ മണ്ടയ്ക്ക് കുതിര കയറുന്നത്. ഓക്കെ, ഇതൊക്കെ ഭയങ്കര നോർമലായിട്ടുള്ള ഭയങ്കര കാഷ്വലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനെയൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവിടുത്തെ വിഷയം എന്താണ്? ബോച്ചയും ഹണി റോസും തമ്മിലുള്ള വിഷയം എന്താണ്? ഇവർ തൂക്കി പിടിച്ചുകൊണ്ട് വയ്ക്കുന്നത് ഹണി റോസിൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ. ഈ വേട്ടാവളിയന്മാർക്ക് ഇടയ്ക്കൂടെ സ്കോർ ചെയ്യാൻ കിട്ടിയേക്കുന്ന അവസരമാണ്, നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരാണെങ്കിൽ അതിനും കൈയടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ നിൽപ്പുണ്ട്. നിങ്ങളിപ്പോൾ ഈ കൈയടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ ഈ ഇപ്പം നമ്മുടെ രാഹുൽ ഈശ്വറൊക്കെ ലാസ്റ്റ് മീഡിയയുടെ മുന്നിലൊക്കെ വന്ന് പറഞ്ഞേക്കുന്ന ഒരു സാധനമുണ്ട്. ഹണി റോസ് ഇങ്ങനെ വസ്ത്രം ധരിച്ച് പോസ്റ്റൊക്കെ ഇടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആൾക്കാർ അതിനെ പറ്റിയിട്ട് ഇങ്ങനത്തെ തോന്നിയ ദിവസം പറയാനുള്ള ഒരു അവകാശം കൂടെ അവർക്ക് വേണ്ടെന്നുള്ളൊരു സാധനം അടിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനൊക്കെ കൈയടിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ നാളെ നേരിടേണ്ടി വരുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള അമ്മയോ പെങ്ങളോ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവരിപ്പോൾ പറതിട്ടിറങ്ങിയെന്ന് പറഞ്ഞാൽ ഇത്തരം വൾഗർ കമൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആൾക്കാർ ഇതിനെ വേണ്ടാതീനം പറഞ്ഞ് ഇങ്ങനെ ചിത്രീകരിച്ച് വരുമ്പോഴത്തേക്കിന് നിങ്ങളതിനെ ഒന്നും മിണ്ടാതെ കൈയും കെട്ടി നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. കാരണം ഇന്നിത് കൈയടിച്ച് കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോർമലൈസ് ചെയ്യാണ്. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. ഈ ഒരു സമൂഹം ചെയ്യുന്നത് ഏറ്റവും വലിയൊരു തെറ്റാണ്. ഹണി റോസിൻ്റെ ഒരു കേസിൽ നിങ്ങൾ അവരുടെ വസ്ത്രധാരണം പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ചെയ്യുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. ആണവും മാനവും വേണ്ടേ ഈ സ്ത്രീകളോട് ഇങ്ങനെ നടക്കുന്ന സ്ത്രീകളോടാണ് പറയുന്നത്. ഇന്നത്തെ പുതുതലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഹണി റോസിന്റെ വസ്ത്രധാരണം. അതെ, ഇന്നത്തെ തലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതി. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു, തുണ്ട് കാണുന്ന പിള്ളേരൊക്കെ എന്തു അടി. പിള്ളേരെ നല്ല രീതിയിൽ തുണ്ട് കാണുന്നുണ്ട്, അതിനൊന്നും അപ്പം പിള്ളേരെ ഒന്നും വഴിതെറ്റിക്കുന്നില്ലേ? ഹണി റോസ് ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് ഇടയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവനെ പോലുള്ള വേട്ടാവളിമാരെ അല്ലെങ്കിൽ ഇവനെ പോലുള്ള ഞരമ്പന്മാർക്ക് ഇവരെ കാണുമ്പോഴത്തേക്കിന് പുഷ്പയാണ്, താഴത്തില്ല. അത് കാരണം അതുപോലെയാണ് ബാക്കി ഇപ്പോഴത്തെ പിള്ളേരെന്ന് വിചാരിച്ചിരിക്കുക ആൾ. ഒന്നും അല്ലടെ, ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഒരുപാട് മാറിയിടെ. നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളൊരു സ്ത്രീയെ ഇതേ കാണുന്ന പോലെ അല്ല ഇന്ന് എല്ലാവരും കാണുന്നത്. ഇന്ന് പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തെ പോലും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ. അതാദ്യം നിങ്ങളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ വലിയൊരു നന്മമരം കളിക്കുന്ന പരിപാടി കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ നമ്മൾ ഒരു സ്ത്രീക്ക് നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു സ്ത്രീ ആണെങ്കിൽ ഇത്തരം ഡ്രസ്സുകൾ ധരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇത് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ധരിക്കാൻ പാടില്ലാത്ത കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഡ്രസ്സാണോ ഈ ഹണി റോസ് ധരിച്ചേക്കുന്നത്? ലാസ്റ്റ് രാഹുൽ ഈശ്വലൊക്കെ പറയുന്നുണ്ട് അവർ സാരിയാണ് ഉടുക്കുന്നത്. ആദ്യമൊക്കെ ഇട്ടേക്കുന്ന പ്രശ്നം ഡ്രസ്സിങ്ങിൻ്റെ ആയിരുന്നു. പിന്നെ സാരിയാണെന്ന് പറഞ്ഞപ്പം സാരിയാണ്, പക്ഷെ അവർ ഉടുക്കുന്ന രീതിയാണെന്ന് പറഞ്ഞു. ഇതാണ്ടേ പറഞ്ഞ ഞരമ്പന്മാർക്ക് മഞ്ഞപ്പിത്ത് പിടിച്ച് നോക്കിയത് ഏത് കണ്ടാലും മഞ്ഞയായിട്ടേ തോന്നുള്ളൂ. ആദ്യം ഇവരിടുന്ന ടൈറ്റ് ഡ്രസ്സിൻ്റെ ആയിരുന്നു, പിന്നീട് സാരി ഉടുത്താന്ന് പറയുമ്പോഴത്തേക്കിന് അത് ഉടുക്കുന്ന രീതിയുടെയാണ് പ്രശ്നം എന്ന് പറയുന്നു. നാളെ ഒരു പർദ്ദ ഇടുമ്പോൾ പറയും ആ പർദ്ദയ്ക്കകത്തോടെ അത് കണ്ടില്ല ഇത് കണ്ടില്ല, ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ അത് കണ്ടു. മാറേണ്ടത് നമ്മുടെ ചിന്താഗതിയാണ്. പിന്നെ ഇവിടുത്തെ വിഷയം എന്താണ്, അതിനെ ഡ്രാഗ് ചെയ്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടെത്തിച്ച്. പിന്നെ ഞാൻ അറിയാൻ ചോദിക്കട്ടെ, ഈ മറ്റേ ഫറാഷിബില, രാഹുൽ ഈശ്വറെ, ഈ പുളുന്താന് ഒക്കെ ഇവരൊക്കെ വന്നുകൊണ്ട് ഇപ്പം ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ വിഷയം എന്താണ് അതിനെ പറ്റിയിട്ടല്ല സംസാരിക്കുന്നത്, ഹണി റോസിൻ്റെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ടാണ്. ഇവരൊക്കെ ചിക്കിളി വാങ്ങിച്ചിട്ട് കാണിക്കുന്ന പരിപാടിയാണോ ഇതൊക്കെ? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കും. ഇതിനകത്ത് വല്ല ഗൂഢാലോചനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല.
എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്കും ഈ ഒരു കാര്യത്തിൽ ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹണി റോസിനെ നെഗറ്റീവ് പറയുന്നുണ്ട്, അതേപോലെ ബോച്ചയെ സപ്പോർട്ടും നെഗറ്റീവും പറയുന്ന ആൾക്കാരുണ്ട്, രണ്ടുപേരെയും സപ്പോർട്ടും നെഗറ്റീവും ചെയ്യുന്ന ആൾക്കാരുണ്ട്, രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാത്ത, രണ്ടുപേരെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാരുടെയും പെർസ്പെക്റ്റീവ് ഓരോ രീതിയിലാണ്. കാര്യം കമൻറ്റ് ബോക്സുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ പറയാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ലാസ്റ്റ് ഇട്ട് ഞാൻ വീഡിയോക്കകത്ത് തന്തയിലായ്മത്തരം പറഞ്ഞൊരു പുന്നാരമോനുണ്ട്, അവന് കൊടുക്കേണ്ട മറുപടികൾ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മാന്യമായിട്ട് നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതിന് അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതൊക്കെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാത്ത പക്ഷം ഈ വേണ്ടാതീനമൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഒന്നേ പറയുന്നുള്ളൂ, ഞാൻ തന്തയ്ക്കല്ല വിളിക്കുന്നത്, അമ്മയ്ക്ക് തന്നെ വിളിക്കുന്ന നല്ല വർത്താനം പറയും. ലാസ്റ്റ് വീഡിയോക്കകത്ത് ഒരു തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ശരി, ബൈ.